എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ഞാൻ ആചാര്യ ഹോമിയോപ്പതി ഡോക്ടർ മോഹൻ. ഇന്ന് പറയാൻ പോകുന്നത് ബോൺ സെറ്റിംഗ് എന്നൊരു വിഷയത്തിനെ കുറിച്ചിട്ടാണ്. പലരും കേട്ടിട്ടുണ്ടായിരിക്കും ബോൺ അലൈൻമെൻറ്റ്, ബാറ്റ്, കെയറോ പ്രാക്ടിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ഡോൺ അങ്ങനെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിരിക്കും. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അവിടെയൊക്കെ ക്ലയൻറ്റ് വേദന അനുഭവിക്കുകയും അതേസമയം തെറാപ്പിസ്റ്റ് വളരെയധികം സ്ട്രെയിൻ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. മറ്റ് തെറാപ്പികളിൽ ഞാൻ പറയുന്ന തെറാപ്പികളിൽ സെൽഫ് ഹീലിംഗ് പോലുള്ളൊരു മെത്തേഡാണ്. ഞാൻ ഇതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ചിലരൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് സംഭവം എന്ന് വെച്ചിട്ട്. അത് 2 ബ്ലോക്കുകളും അതേപോലെ തന്നെ ബോളും വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് വരുന്നത്. അത് വളരെ നമുക്ക് സുഖമായിട്ട് ചെയ്യാനായിട്ട് കഴിയും. രോഗിയുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമുക്കത് ചെയ്യാവുന്ന കാര്യമാണ്. തെറാപ്പിസ്റ്റിന് യാതൊരുവിധ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ക്ലയൻറ്റിന് അല്ലെങ്കിൽ പേഷ്യൻറ്റിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ല. ഇരുന്നും കിടന്നും ചെയ്യാവുന്ന ഒരു തെറാപ്പിയാണ് ചെയ്യുന്നത്. അത് എന്തിനൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ല് തേയ്മാനം, ഷോൾഡർ പെയിൻ, അതുപോലെ സ്കോളിയോസിസ്, നട്ടെല്ല്, കഴുത്ത് ഭാഗങ്ങളൊക്കെ വളവുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അരക്കെട്ടിൻ്റെ ഭാഗം പൊങ്ങിയിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ബാലൻസിങ്ങിൻ്റെ വ്യത്യാസം വന്നിരിക്കും. അപ്പോൾ അരക്കെട്ടിൻ്റെ ഭാഗം കയറിയിരിക്കുകയും ഇറങ്ങിയിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ചില സംഗതികൾക്കും, അതുപോലെ തന്നെ മുട്ട് തേയ്മാനം, മുട്ടുവേദന, എല്ല് തേയ്മാനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. വളരെ മേശയിൽ വെറുതെ 2 ബ്ലോക്കുകളും കുറച്ച് വിരികളും അതിന് കുറച്ച് അത്യാവശ്യമുള്ള ചില സാധനങ്ങൾ മാത്രമാണ് നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ തന്നെ നമുക്കറിയാം വളരെ പണച്ചിലവുള്ള കാര്യമൊന്നുമല്ല. ബോഡി കണ്ടുകൊണ്ട് നമുക്ക് ബോഡി ഷേപ്പ് കണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു വ്യക്തിയുടെ ഷർട്ടിടാത്ത അല്ലെങ്കിൽ വസ്ത്രം ധരിക്കാത്ത ഒരു വ്യക്തിയുടെ പിൻഭാഗം നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ല് ബൾജിങ്, അതുപോലെ തന്നെ നട്ടെല്ലിൻ്റെ വളവ്, അതുപോലെ തന്നെ ഉള്ളിലേക്ക് താഴ്ന്നു പോയിട്ടുള്ളത്, അതുപോലെ തന്നെ നടുഭാഗം കുഴിഞ്ഞിട്ടുള്ളത്, ഇതൊക്കെ നമുക്ക് ഒരു ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ കൺഫർമേഷന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്റേ എടുക്കാവുന്നതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് എക്സ്റേ എടുക്കുന്നത്. അപ്പോൾ എക്സ്റേയിൽ നമുക്ക് എന്താണ് പ്രോബ്ലം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ നിസ്സാരമായിട്ടുള്ള ചില കാര്യങ്ങളെ കൊണ്ടാണ് നമ്മളിതിവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. പണച്ചെലവ് വളരെ തുച്ഛമാണ്. നമുക്ക് ആകെ കൂടി ചിലവ് വരുന്നത് എക്സ്റേക്ക് മാത്രമുള്ളൊരു ചിലവാണ് കൂടുതൽ വരുന്നത്. പിന്നെ ഉള്ളത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെറിയൊരു എമൗണ്ട് മാത്രമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കതൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അത് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ നമുക്കിവിടെ കൺസൾട്ടിങ്ങിനും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റിനും സൗകര്യമുണ്ടായിരിക്കുന്നതാണ്. അത് വളരെയധികം ബുദ്ധിമുട്ടില്ലാതെ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാനിവിടെ അല്പം പറഞ്ഞു എന്ന് മാത്രമുള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുകയോ വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നല്ലൊരു ശതമാനം നിങ്ങൾക്ക് അസുഖങ്ങൾ ഭേദമായി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ സർജറിയോ അതുപോലെ തന്നെ മറ്റ് ഔഷധങ്ങളോ യാതൊന്നും തന്നെ വരേണ്ടതില്ല. പിന്നെ എല്ലിൻ്റെ ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ വല്ല ചങ്ങലം പരണ്ടയുടെ സൂപ്പോ അങ്ങനെ അതുപോലെയുള്ള ബെൽഷങ്കണി അതുപോലത്തുള്ള വല്ല എന്തെങ്കിലും അത്യാവശ്യം അല്ലെങ്കിൽ അപൂർവമായിട്ട് ചില സപ്ലിമെൻറ്റുകൾ കഴിക്കേണ്ടതായിട്ട് വരികയുള്ളൂ. അല്ലാതെ കൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടോ സ്ട്രെയിനോ ബുദ്ധിമുട്ടോ യാതൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടാകുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് അതിനെ ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത ബ്ലോക്ക് എന്താണെന്നും അതൊക്കെ എന്താണെങ്കിലും ഞാൻ കാണിച്ച് തരാവുന്നതാണ് ചെയ്യുന്ന രീതികളൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ ഷെയറിങ്ങും നിങ്ങളുടെ അനുകൂല
പ്രവർത്തനങ്ങളുമായിരിക്കും എനിക്ക് അത് പ്രചോദനമുണ്ടാവുക. ആ പ്രചോദനത്തിന് അനുസരിച്ചിട്ടായിരിക്കും ഞാൻ കാര്യങ്ങൾ ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. നന്ദി, നമസ്കാരം. താങ്ക് യു. If you like this video, subscribe it and share it. Thank you.